ഇത് മക്കളെ കീമിന്റെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കിട്ടിയിട്ടുണ്ട്. ഇതിൽ ഫസ്റ്റ് 4 ടേംസിന്റെ പ്രോഡക്റ്റ് മാത്രമേ തന്നിട്ടുള്ളൂ. വേറെ ഡാറ്റ നമ്മൾ എടുത്തില്ല. പ്രോഡക്റ്റ് ഓഫ് സെക്കൻഡ് ആൻഡ് തേർഡ് കാണുകയും വേണം. എന്താ ചെയ്യണ്ടേ? നിങ്ങൾ ഓഡ് നമ്പർ ഓഫ് ടേംസിന്റെ പ്രോഡക്റ്റിലാകുന്നത് ഈവൻ നമ്പർ ഓഫ് ടേംസ് ആണ് അല്ലേ, 4 എന്ന് പറഞ്ഞാൽ. അപ്പൊ നിങ്ങൾ ടേംസ് നേരിട്ടങ്ങ് എഴുതുക കേട്ടോ. AR സ്ക്വയർ AR ക്യൂബ് വരെ എഴുതണം. 4 ടേംസിന്റെ പ്രോഡക്റ്റ് എത്താണ്? 1/1024 ആണ് അല്ലേ. ഇതിൽ എത്ര എ വരും? A⁴ വരും. R എത്ര വരുന്നുണ്ട്? R⁴1 + 2 + 3 R⁶ വരുന്നുണ്ട്. ഇതാണ് 1/1024. നമുക്ക് വേണ്ടിയ പ്രോഡക്റ്റ് ആരൊക്കെയാണ്? സ്റ്റുഡന്റ് സെക്കൻഡ് ആൻഡ് തേർഡിന്റെ പ്രോഡക്റ്റ് അല്ലെ. അതിൽ എത്ര വരുന്നുണ്ട്? നമുക്ക് കണ്ടുപിടിക്കേണ്ടതാണ്. A² വരും, R³ വരും. എത്രയാന്ന വാല്യൂ അല്ലെ. അത് നമുക്ക് ഇവിടുന്ന് പുറത്തെടുക്കാം. A⁴ R⁶ എന്തുണ്ട്? A² R³ പുറത്ത് ബ്രാക്കറ്റിലേക്ക് ഉള്ളിലേക്ക് എടുത്താൽ എത്ര പവർ വരും? ബാക്കി 2 പവർ വരും. 1/1024 വരും അല്ലേ. അപ്പം നമുക്ക് ഇതിന്റെ സ്ക്വയർ റൂട്ട് എടുത്താൽ A² R³ എന്ന് പറഞ്ഞാൽ 1/10 ഇതിന്റെ സ്ക്വയർ റൂട്ട് വരും അല്ലെ. 1024 എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് അറിയാം 2⁻10 ആണ്. അതിന്റെ സ്ക്വയർ റൂട്ട് എടുക്കണം കേട്ടോ. 1/2⁻10ന്റെ സ്ക്വയർ 1/2⁻10ന്റെ റേസ് ടു എത്ര കൊടുക്കണം? 1/2. സ്ക്വയർ റൂട്ട് എന്ന് പറഞ്ഞാൽ 1/2 ആണ്. അപ്പൊ എത്ര വരും? 1/2⁵5 വരും. 2⁻10ന്റെ ഹാഫ് എത്രയാണ്? 2⁵5. 1/32 ആണ് എന്തിന്റെ പ്രോഡക്റ്റ്? A² R³ എന്ന് പറഞ്ഞാൽ ആരാണ്? സെക്കൻഡ് ആൻഡ് തേർഡിന്റെ പ്രോഡക്റ്റ് ആണ്. ഇവിടെ കണ്ടുപിടിക്കേണ്ടത് തന്നെയാണ് കേട്ടോ. 1/32 ഇസ് ദ ആൻസർ. ഇത്രയേ ഉള്ളൂ. സോ ഒരു ഡാറ്റ തന്നിട്ട് ഒറ്റ ഒരു ഡാറ്റ തന്നിട്ടുള്ളൂ. നമ്മൾ അത് ബ്രാക്കറ്റിനുള്ളിൽ അതിന്റെ കണ്ടുപിടിക്കേണ്ട ഫോം ചെയ്തു. ഹോൾ സ്ക്വയർ ഇട്ടു, അപ്പുറത്ത് കൊണ്ടുപോയി സ്ക്വയർ റൂട്ട് കേട്ടോ. സോ 1/32ന്റെ സ്ക്വയർ എത്രയാണ്? 1/1024. അതുകൊണ്ടാണ് A² R³ വാല്യൂ 1/32 വരുന്നത്. ഓക്കെ.